+2 മാത്സിലെ 7th ചാപ്റ്റർ ഇൻ്റഗ്രൽസ് അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് തറവാണ് എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമായിരിക്കും. അതായത് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ പ്രോസസ് ഓഫ് ഇൻവേഴ്സ് പ്രോസസ് ഓഫ് എന്താണ്? ഡിഫറൻഷിയേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ഡിഫറൻഷിയേഷൻ നല്ല വൃത്തിക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷനും എളുപ്പമായിരിക്കും. ഒരു തിയറി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെറ്റർ വെച്ച് തിയറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സ്മോൾ ലെറ്റർ എഫ് എക്സ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എഫ് എക്സ് പ്ലസ് സി ആയിരിക്കും. സോ ഇതാണ് ഫസ്റ്റത്തെ നിങ്ങളുടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി അറിയാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഈ സംഭവം ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഈ സംഭവം ഇങ്ങോട്ട് ഈക്വൽ ടു സൈൻ്റെ അങ്ങോട്ട് വന്നു എന്ന് വിചാരിക്കുക. അതായത് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് വരുന്ന സൈൻ എക്സ് പ്ലസ് സി ആയിരിക്കും. അതായത് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓർഡറിലായിരിക്കും വരിക എന്നുള്ളതാണ് ഇൻ്റഗ്രേഷൻ. സോ ഇതേപോലെ എല്ലാ ഫങ്ഷൻസും എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും എഴുതാണ് എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്? ടാൻ എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? സീക്ക് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് കോട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോട്ടെക്സ് പ്ലസ് സി. ഓക്കെ, ഇതാണ് 1 2 3 4 5 6 ഈ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ അടുത്തത് നമുക്ക് ജനറൽ ആയിട്ട് അറിയുന്ന, അതായത് സപ്പോസ് ഇൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. അതായത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇവിടെ 1 ആണ്. 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 എക്സ് റേ 1 തന്നെയാണ് വരിക. അതേപോലെ ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആയിരിക്കും വരിക. അതേപോലെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ഏതാണുള്ളത്? ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് റേസ് എൻ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഇവിടെ പ്ലസ് സി ഉണ്ട്, ഇവിടെയും പ്ലസ് സി. ഓക്കെ, സോ ഇനി കുറച്ച് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ്. അതായത് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ് അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പം ഈ ഇൻ്റഗ്രൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? മൈനസ് 1 ബൈ എക്സ് ആവും. അപ്പം ഇൻ്റഗ്രൽ 1 ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോഗ് എക്സ് ആണ്. കാരണം എന്താ? ലോഗ് എക്സ് പ്ലസ് സി. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്താണ്? 1 ബൈ എക്സ് ആണ്. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ലോഗ് എക്സ് ആവുന്നത്. സോ അടുത്തത് എന്താണ്? ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ്. ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1 ബൈ 2 റൂട്ട് എക്സ് ആണെന്ന് നമുക്കറിയാം. 1 ബൈ 2 റൂട്ട് എക്സ് ആണെന്ന് അറിയാം. അങ്ങനെയാണ്
എന്നുണ്ടെങ്കിൽ d/dx ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1/2 റൂട്ട് എക്സ് ആവും. ഈ 2നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും ഇൻ്റഗ്രൽ 1/√x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√x പ്ലസ് സി. ഓക്കെ, അതേപോലെ ഇൻ്റഗ്രൽ 1/x² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ -1/x പ്ലസ് സി. ഓക്കെ ഓക്കെ ഇനി കുറച്ച് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√1 - x² ആണ് അല്ലേ. 1/√1 - x². അപ്പം ഇൻ്റഗ്രൽ 1/√1 - x² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അതേപോലെ ഇൻ്റഗ്രൽ -1/√1 - x² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അതേപോലെ 1/x ഇൻറ്റു റൂട്ട് x² - 1 ഈക്വൽ ടു എന്താണ് വരിക സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇതിൻ്റെ മൈനസ് എടുക്കുമ്പോൾ -1/x ഇൻറ്റു റൂട്ട് x² - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇനി ഏതാ സൈൻ കോസ് ടാൻ ഉണ്ട്. ടാനിൻ്റെ എന്താണ് 1/1 + x². അപ്പോൾ ഇൻ്റഗ്രൽ 1/1 + x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx, ഇവിടൊക്കെ dx ഉണ്ട്, ഇവിടൊക്കെ dx ഉണ്ട്, ഈക്വൽ ടു എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. സൈൻ കോസ് ടാൻ. ഇനി ഇൻ്റഗ്രൽ -1/1 + x² dx കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പം ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്സ് പിന്നെ ഈ സംഭവം പിന്നെ അതേപോലെ സാധാ നമ്മളെ ഈ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. 1 2 3 4 5 6 അതേപോലെ 6 വരെ 18 എന്തായാലും എന്താക്കുക ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സോ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. സം പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രേഷൻ. അതായത് ഇൻ്റഗ്രൽ കെ എഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെനെ നമ്മൾ എന്ത് ചെയ്യുക പുറത്തേക്ക് ഇടുക. കെ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് എന്നിട്ട് ആ ഫംഗ്ഷൻ വെച്ച് ഇൻ്റഗ്രൽ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ മാത്രമാണ് ഒരു കോൺസ്റ്റന്റ് മാത്രമാണെന്ന് വിചാരിക്കുക. കെ ഡി എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് കെനെ പുറത്തേക്ക് വെച്ച് ഇൻ്റഗ്രൽ ഡി എക്സ് പ്ലസ് സി, അതായത് എന്താണ് കെ എക്സ് പ്ലസ് സി. ഓക്കെ, മൂന്നാമത്തെ പ്രോപ്പർട്ടി ഒരു രണ്ട് ഫംഗ്ഷൻ എഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ്. എഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോന്ന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ജി എക്സ് ഡി എക്സ്. നാലാമത്തെ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ ഇത് രണ്ടും മൈനസ് ഐ ആണ് എന്നുണ്ടെങ്കിൽ എഫ് എക്സ് മൈനസ് ജി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ജി എക്സ് ഡി എക്സ്. ഓക്കെ, ഈ പ്രോപ്പർട്ടി ഒന്നുമില്ല, ഡെറിവേഷനിലുള്ള പോലെ തന്നെയാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം അതായത് കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഓരോ രീതിക്കാണ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ആദ്യം തന്നെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ടൈപ്പ് 1 അതാണ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. സിമ്പിളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ x² dx എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ x⁻n+1/n+1 + c അല്ലേ. ഇതാണ് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഇവിടെ x⁻n x⁻2 dx ഇപ്പം എന്തായിരിക്കും ആൻസർ x⁻2 + 1 x³ / 3 + c. ഓക്കെ, അതേപോലെ അടുത്ത ഇൻ്റഗ്രൽ x⁻5 dx എന്തായിരിക്കും x⁻6/6 + c. ഇനി ഒരു കോൺസ്റ്റന്റ് കൂടി വന്നു വിചാരിക്കുക 3 × x² dx എന്തായിരിക്കും. ആദ്യം ഈ കോൺസ്റ്റന്റിന് നമ്മൾ എന്ത് ചെയ്യും പുറത്തേക്ക് എടുക്കും. അപ്പോൾ 3 × ഇൻ്റഗ്രൽ x²
ഡി എക്സ് എന്നാവും. അപ്പൊ എന്താണ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എന്താണ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. അപ്പൊ ഈ 3യും കട്ട് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് സി അല്ലേ, എക്സ് ക്യൂബ് പ്ലസ് സി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഒരു ഫ്രാക്ഷൻ വന്നു എന്ന് വിചാരിക്കുക ഡി എക്സ് ഈക്വൽ ടു ഇതെന്താക്കുക ഓരോന്നാക്കി എടുക്കുക. ഇന്റഗ്രൽ എക്സ് റേസ് ടു 5/2 പ്ലസ് ഇന്റഗ്രൽ 3dx. ഈ എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5/2 പ്ലസ് 1/5/2 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 3 ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ്. അതായത് എന്താണ് എക്സ് റേസ് ടു 5/2 പ്ലസ് 1 ചെയ്ത് നോക്കുക. 5/2 പ്ലസ് 1 5 പ്ലസ് 2 7/2 ആണ് ആൻസർ വരിക. അപ്പം എക്സ് റേസ് ടു 7/2 പ്ലസ് 3x. ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഈ 2/7 നമ്മൾ എന്താക്കുക തല തിരിച്ചിടുക, അതായത് റെസിപ്രോക്കൽ എടുക്കുക. അപ്പം 2/7 എക്സ് റേസ് ടു 7/2 പ്ലസ് 3x പ്ലസ് സി ആണ് നമ്മളെ ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇന്റഗ്രൽ 2x² മൈനസ് 3 sin x പ്ലസ് 5√x ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ് 3 ഫങ്ഷൻസ് വന്നു. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ എഴുതും? 3 ഫങ്ഷൻസ് വന്നു. ആദ്യം തന്നെ ഓരോ ഫങ്ഷൻ വേണമെങ്കിൽ എഴുതി ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്ന് വെച്ച് ചെയ്യാം. സോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2x² dx മൈനസ് ഇന്റഗ്രൽ 3 sin x dx പ്ലസ് ഇന്റഗ്രൽ 5√x dx. ഓക്കെ, ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എന്നിട്ട് ഇവിടെ കോൺസ്റ്റന്റ് ഉള്ളത് 2 ഇൻറ്റു ഇന്റഗ്രൽ x² dx മൈനസ് 3 ഇൻറ്റു ഇന്റഗ്രൽ sin x dx പ്ലസ് 5 ഇൻറ്റു ഇന്റഗ്രൽ √x dx. അപ്പം 2 ഇൻറ്റു x³ ബൈ 3 ഇന്റഗ്രൽ x² എന്ന് പറഞ്ഞാൽ x റേസ് ടു n പ്ലസ് 1 2 പ്ലസ് 1 3 x റേസ് ടു 3/3 മൈനസ് 3 ഇൻറ്റു ഇന്റഗ്രൽ sin x എന്താണ് നമുക്കറിയാം cos x പ്ലസ് 5 ഇൻറ്റു √x. √x എന്ന് പറഞ്ഞാൽ ഒന്നുക്ക് 1/2 √x എന്ന് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ x റേസ് ടു 1/2 ആണല്ലോ √x. അപ്പം ഇന്റഗ്രൽ x റേസ് ടു 1/2 പ്ലസ് 1/1/2 പ്ലസ് 1 വെച്ച് ചെയ്യുക. x റേസ് ടു 1/2 പ്ലസ് 1/1/2 പ്ലസ് 1. അപ്പം എന്തോ 2x³ ബൈ 3 മൈനസ് 3 cos x പ്ലസ് 5 ഇൻറ്റു x റേസ് ടു 3/2 ബൈ 3/2 ഇത് മൈനസ് 3 cos x പ്ലസ് 10x റേസ് ടു 3/2 പ്ലസ് 10x റേസ് ടു 3/2 ബൈ 3 പ്ലസ് സി. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സപ്പോസ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ax² പ്ലസ് bx പ്ലസ് സി dx ആണ് എന്ന് വിചാരിക്കുക. ഇത് വേണമെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒറ്റയടിക്ക് ചെയ്ത് നോക്കട്ടെ. എന്താണ് a ഇൻറ്റു ഇന്റഗ്രൽ x² എന്ന് പറഞ്ഞാൽ x³ ബൈ 3 പ്ലസ് b ഇൻറ്റു ഇന്റഗ്രൽ x എന്ന് പറഞ്ഞാൽ x² ബൈ 2 പ്ലസ് സി ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x പ്ലസ് സി. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ഇനി അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ x² ഇൻറ്റു 1 മൈനസ് x² dx. ഇതെന്ത് ചെയ്യുക? ആദ്യം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. x² ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ x² മൈനസ് x² ഇൻറ്റു x² എന്ന് പറഞ്ഞാൽ x റേസ് ടു 4 dx. ഓക്കെ, അപ്പം ഇതിനെ ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. x² dx മൈനസ് ഇന്റഗ്രൽ x റേസ് ടു 4 dx. അതായത് എന്താണ് x³ ബൈ 3 മൈനസ് x റേസ് ടു 5/5 പ്ലസ് സി. ഓക്കെ, സോ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് കൂടുതൽ ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.